കൂടി ഇങ്ങനെ നോക്കിക്ക എന്താ ഇതിലെ സംഭവം. രാവിലെ ഉറങ്ങി നീറ്റപ്പോൾ ആളുകൾക്ക് മനസ്സിലാവുന്നത് എന്താ ഇത്രയും വാഹനങ്ങൾ എൻ്റെ വീട്ടിൻ്റെ മുറ്റത്തുകൂടി കടന്നു പോകുന്നു, എൻ്റെ വീട്ടിൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്നു. ഇന്നലെ വരെ ഈ തിരക്കില്ലായിരുന്നല്ലോ. പുതിയ ബസ് സ്റ്റാൻഡ് മുതൽ തെരുവത്ത് വരെയുള്ള പ്രദേശത്ത് ഹൈവേയുടെ ഭാഗത്ത് ടാറിങ് നടക്കുന്നതുകൊണ്ട് ഇപ്പോൾ വടകരയുള്ള വാഹനങ്ങൾ കംപ്ലീറ്റ് നാരായണകത്ത് പച്ചക്കറി മുക്ക് വഴി നേരെ മാക്കൂര് ഭാഗത്ത് കയറിയിട്ടാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അതിശക്തമായ ട്രാഫിക് ബ്ലോക്കാണ്. വാഹനങ്ങളൊക്കെ കയറി പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ഈ ഡൈവേർഷൻ ചെയ്തപ്പോഴും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ട്രാഫിക് പോലീസോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട എന്നെ ഹൈവേ പോലീസ് ബന്ധപ്പെട്ട ആരെയും കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമ്മളെന്തായാലും ട്രാഫിക് ഡൈവേർഷൻ കുറച്ച് നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ മാക്കൂർ ഭാഗത്താണ് നമ്മളുള്ളത്. നമ്മൾ വടകര പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്ത് വാഗാട് ടാർ ചെയ്യാൻ വേണ്ടി സ്ഥലം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. വാഗാട് റോഡ് ടാർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള അതിരാവിലെയുള്ള ട്രാഫിക് ബ്ലോക്കായത്, അതിരാവിലെ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ട്രാഫിക് ബ്ലോക്ക്. വാഗാട് എങ്ങനെയാണ് ടാർ ചെയ്യുന്നത് കൂടി ജസ്റ്റ് കാണിച്ചു തരാം. സത്യത്തിൽ ഈ കാണുന്ന എലിവേറ്റഡ് ഹൈവേ ഉണ്ടല്ലോ, ഈ എലിവേറ്റഡ് ഹൈവേയുടെ ചുവട്ടിലൂടെ വാഗാടിന് വാഹനങ്ങളെ ഡൈവേർട്ട് ചെയ്ത് വിടാമായിരുന്നു. നമ്മൾ ഹൈലൈറ്റ് മാളിൻ്റെ ഭാഗത്തൊക്കെ ഈ രീതിയിൽ ഡൈവേർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡൈവേർഷൻ ചെയ്തിട്ട് വർക്ക് എടുത്തിട്ടുണ്ട് നമ്മളെ KNRC എന്ന് പറയുന്ന കമ്പനി. അതേപോലെ തന്നെ ഈ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് ടാർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ വാഹനങ്ങളെ കടത്തി വിടാമായിരുന്നു. ഹെവി വെഹിക്കിൾസ് ഇതിൽ കടന്നു പോകാൻ ബുദ്ധിമുട്ടാണ്. കാരണം പില്ലർ പലയിടത്തും താഴ്ന്നിട്ടാണ് ഇതിൻ്റെ പില്ലറിൻ്റെ ടോപ്പ്. അപ്പോൾ അല്ലേസ് ചെറിയ വാഹനങ്ങൾ ഇതിലെ കടത്തി വിടാമായിരുന്നു. എന്നിട്ട് ആ ഭാഗം ടാർ ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കാമായിരുന്നു. പിന്നെ വാഗാടിനെ സംബന്ധിച്ചിടത്തോളം പൈസ ചിലവുള്ള ഒരു പരിപാടിക്കും വാഗാട് നിൽക്കില്ല. KNRC ഒക്കെ റോഡ് ഡൈവേർഷൻ ചെയ്യുമ്പോൾ ടാർ ചെയ്യും, എന്നിട്ട് വൃത്തിയാക്കിയതിന് ശേഷമാണ് റോഡ് ഡൈവേർഷൻ ചെയ്യുക. അതേപോലെ സിഗ്നൽ ബോർഡുകൾ വെക്കും, അതേപോലെ തന്നെ സോളാർ ലൈറ്റുകൾ ഡൈവേർഷന് വേണ്ടിയിട്ട് വെക്കും. ഇവിടെ 2 കമ്പിയും അതിൻ്റെ മുകളിൽ കുറച്ച് സ്റ്റിക്കറൊക്കെ ചുറ്റി വെച്ചിട്ടാണ് വാഗാട് പലപ്പോഴും റോഡ് ഡൈവേർഷൻ ചെയ്യാറ്. അപ്പം വടകര ഇപ്പോൾ ട്രാഫിക് ബ്ലോക്ക് അനുഭവിക്കാനുള്ള കാരണം ജസ്റ്റ് കാണിച്ചു തരാം. പല ആളുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ മണിക്കൂറുകളോളം ഇങ്ങനെ വാഹനം ഹൈവേയിൽ നിന്ന് നീക്കാൻ കഴിയാതെ ഇങ്ങനെ പ്രയാസത്തിൽ നിന്ന് തിന്നിട്ടുണ്ടാവില്ല. അത്തരക്കാർ കാണട്ടെ. ഈ ഭാഗം കണ്ട നിങ്ങൾ, ഈ ഭാഗത്ത് വാഗാടിപ്പോൾ ടാറിയാണ്, ലെവലിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ട്രാഫിക് ബ്ലോക്ക് അനുഭവിക്കുന്നത്. പുതിയ ബസ് സ്റ്റാൻഡ് നമ്മൾ പീറ്റർ ഇംഗ്ലണ്ട് ഫാമിലി വെഡ്ഡിങ് സെൻറ്റർ അതിൻ്റെയൊക്കെ ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ചയാണ്. ഇതിലെ ഒരു പൂച്ചക്കുഞ്ഞു പോലും നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങനെ റോഡ് കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്ത നമ്മുടെ വടകര ട്രാഫിക് ബ്ലോക്ക് അനുഭവിക്കാനുള്ള കാരണം റോഡ് അശാസ്ത്രീയമായ റോഡ് ഡൈവേർഷൻ. അതും നല്ല തിരക്കുള്ള ദിവസവും തിരക്കുള്ള സമയവും നോക്കിയിട്ട് വാഗാട് പണിയെടുക്കാൻ തുടങ്ങി. രാത്രി വർക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് സുഖമുണ്ട്, ലൈറ്റൊക്കെ വെച്ചുകൊണ്ട് വർക്കെടുത്താൽ സുഖസുന്ദരമായിട്ട് ഈ ഒരു ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കാൻ കഴിയും ഒരു പരിധി വരെ. ഏറ്റവും നല്ല ട്രാഫിക് ബ്ലോക്ക് കുറഞ്ഞ നമുക്കറിയാം സൺഡേ ആണ്. ആ സൺഡേയിൽ രാത്രി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇത്രയും വലിയ ദുരിതം പേർന്ന കാഴ്ച ഒഴിവാക്കാൻ കഴിയും. ഹോസ്പിറ്റൽ കേസ്, പല കേസുകളും ഇപ്പോൾ ബുദ്ധിമുട്ടിലാണ് ഇതൊരു ഡൈവേർഷൻ കാരണം. ഇനി ഡ്രൈനേജിൻ്റെ ഈ വൺ സൈഡിലൂടെ തന്നെയാണ് ഒരു വാഹനത്തിന് പോലും പോകാൻ സ്പേസ് ഇല്ലാത്ത ഈ ഒരു ഭാഗത്തുകൂടെയാണ് വാഗാട് ഡൈവേർഷൻ 2 വാഹനത്തെ കടത്തിവിടാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇപ്പോൾ ഡ്രൈനേജിൻ്റെ സ്ലാബൊക്കെ ഉണ്ടാകും, ഇവിടെയൊക്കെ കമ്പിയൊക്കെ ഉണ്ടായിട്ട് ആളുകൾ തട്ടി വീഴും. പൈപ്പ്, കമ്പി, ഇതാണ് ഇവിടെയൊക്കെ കമ്പി നേരത്തെ നമ്മൾ വീഴാൻ പോയി. പിന്നെ ഡ്രൈനേജിൻ്റെ സ്ലാബുകൾ ഇഷ്ടം പോലെ പൊട്ടി കിടക്കുന്നുണ്ട്, ഇഷ്ടം പോലെ. നമ്മൾ വടകരയിൽ നിന്ന് പയ്യോളി വരെ നോക്കുകയാണെങ്കിൽ ഒരു 500 സ്ലാബെങ്കിലും ഒരു സൈഡിലായിട്ട് നമുക്ക് കാണിച്ചു തരാൻ പറ്റും. 1ഉം 2ഒക്കെ പൊട്ടുന്നത് സ്വാഭാവികമാണ്, വണ്ടി കയറിയിട്ട്. അല്ലാതെ
പിന്നെ വണ്ടി ഇതിൻ്റെ ഉള്ളിൽ കയറ്റണമെന്ന് വെച്ചാൽ ഇത് വണ്ടി കയറാനുള്ള സ്ഥലമാണ്, സർവീസ് റോഡാണ്. ഡ്രൈനേജിൻ്റെ സ്ലാബ് സർവീസ് റോഡാണ്, സർവീസ് റോഡിൻ്റെ ഭാഗമാണ്. അപ്പോൾ കുറച്ചുകൂടി നല്ല ബലത്തിൽ ഗുണമേന്മയോട് കൂടിയിട്ട് നിർമ്മിക്കണമായിരുന്നു. ഒന്നുമില്ല, അത് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ കോഴിക്കോട് നിന്ന് നിങ്ങൾ മലപ്പുറം ഭാഗത്തേക്ക് സഞ്ചരിക്കുക. അവിടെയുള്ള റീച്ചിൽ ഇതേപോലെ സ്ലാബിൽ വണ്ടി കയറിയിട്ട് സ്ലാബ് പൊട്ടിയിട്ടുണ്ടോ എന്ന് ജസ്റ്റ് പരിശോധിച്ചാൽ മതി. എവിടെയും പൊട്ടിയതായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് കണ്ടിട്ടില്ല. വാഗാടിൻ്റെ റീച്ചിൽ മാത്രം എന്തുകൊണ്ട് പൊട്ടുന്നത്? വാഗാടിൻ്റെ റീച്ചിൽ മാത്രം വാഹന ഹെവി വെഹിക്കിൾസ് ഉള്ളൂ. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ കുറേ ആയിട്ട് 6-7 കൊല്ലമായിട്ട് നമ്മളെ വടകരക്കാർ ദുരിതത്തിലാണ്. വടകരക്കാരുള്ള ഹൈവേയിലൂടെ സഞ്ചരിക്കുന്ന മുഴുവൻ ആളുകളും ഇപ്പോൾ അതിന് ഇരുട്ടടി നൽകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഈ ഒരു ഡൈവേഴ്ഷൻ. പണിയൊക്കെ എടുക്കണം, റോഡൊക്കെ ടാർ ചെയ്യണം, പക്ഷേ അതിനൊരു സമയവും കാലമൊക്കെ ഉണ്ട്. ഇതിലെ ഒരു വാഹനത്തിന് പോലും പോകാൻ പറ്റാത്ത രീതിയിലുള്ള സ്പേസാണ്. പ്രത്യേകിച്ച് പില്ലറിൻ്റെ സൈഡുകൾ വലിയ ഹെവി വെഹിക്കിൾസ് പോകുമ്പോൾ തട്ടും. അവിടെ കണ്ടോ ഡ്രൈനേജിൻ്റെ സ്ലാബ് പൊട്ടി ഇങ്ങനെ 100 കണക്കിന് സ്ലാബുകൾ പൊട്ടി കാണാൻ പറ്റും. ഇവന്മാർ പുതിയ ബസ് സ്റ്റാൻഡിൽ എതിലെയാണ് വാഹനങ്ങൾ കോഴിക്കോട് നിന്ന് വരുന്ന വാഹനങ്ങൾ കടത്തി വിട്ടാൻ ശ്രമിക്കുന്നതെന്ന് കൂടി നമുക്ക് കാണാം. പുതിയ ബസ് സ്റ്റാൻഡ് റോഡ് ഡൈവേർഷൻ ചെയ്തിരിക്കുകയാണ് ടാർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ കോഴിക്കോട് ഭാഗത്ത് വരുന്ന വാഹനങ്ങൾക്ക് ഇപ്പം നാരായണ നഗരത്തിലൂടെ പോവാനാണ്. ചങ്ങ ഇതിലെ വണ്ടി എടുത്ത് പോയിട്ട് കംപ്ലീറ്റ് ചളി തരുന്നു. ആളുകൾക്കൊന്നും സമയമില്ല. ഇവിടെ റോഡ് ഡൈവേർഷൻ ചെയ്തതാണ് പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്ത് ടാറിങ് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. ആ കാണുന്ന ഭാഗം ക്ലോസ് ചെയ്ത്, ഈ ഭാഗം ക്ലോസ് ചെയ്ത് അതിൻ്റെ കൂടി വലിയേറ്റാം. ഇതാല്ലേ അതിൻ്റെ ഭാഗമായിട്ട് പുതിയ ബസ് സ്റ്റാൻഡിലുള്ള വാഹനങ്ങൾ കോഴിക്കോട് പോകുന്ന വാഹനങ്ങൾ കംപ്ലീറ്റ് ഇതെങ്ങോട്ടാണ് പോകുന്നതെന്നറിയോ? ഇതിലെന്തായാലും പോകാൻ കഴിയില്ല, വൺ സൈഡാണ്. കാരണം ഓൾറെഡി പില്ലറിൻ്റെ ഭാഗം തട്ടും. ഈ വാഹനങ്ങൾ കംപ്ലീറ്റ് മാപ്പയിൽ പോയി പച്ചക്കറി മുക്ക് പോയി മാക്കൂൽ കയറി, മാക്കൂലിന് തെരുവത്ത് കൂടി, പിന്നെ തെരുവത്ത് കയറി എന്നിട്ട് നമ്മളെ ആശാ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലൂടെ കടന്നു പോകണം. നേരത്തെ ഇതിലെ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ തെരുവത്തോട് കൂടി പോകേണ്ട വാഹനങ്ങൾ അപ്പോൾ റോഡ് നേരത്തെ അങ്ങേപ്പുറം മുറിച്ചത് കാരണം ആ രീതിയിലാണ് റോഡ് ഡൈവേർഷൻ ചെയ്തിരിക്കുന്നത്. അത് സൺഡേ ആണ് ഇവന്മാർ ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അല്ല സോറി, സൺഡേ ഹോളിഡേ ഉള്ള ദിവസമൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഡൈവേർഷൻ ചെയ്ത് അവിടെ റോഡ് ബ്ലോക്ക് ചെയ്തു. കാണുന്ന ഭാഗം റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുക. അവിടെ റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് അപ്പോൾ തെരുവത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ അല്ല ഒരു എത്ര ദിവസം ഉണ്ട് ഇത് തിങ്കളാഴ്ച തിരഞ്ഞെടുക്കാം? സാറ്റർഡേ संडे हॉलीडे ना वो दिन काम करेगा ना. ഇതിപ്പോൾ വാഹനങ്ങൾ പോകുന്നത് നമ്മളെ മാപ്പയിൽ പോയി പച്ചക്കറി മുക്ക് മാക്കൂൽ പീടിയ വഴിയാണ് നമ്മളിപ്പോൾ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പച്ചക്കറി മുക്കിലൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. തെണ്ടിത്തരത്തിനൊരു കയ്യും കാലും വെച്ചാൽ എന്ത് ചെയ്യും? കൂടി ഇങ്ങനെ നോക്കിക്ക, എന്താ ഇതിലെ സംഭവം? രാവിലെ ഉറങ്ങിനിട്ടപ്പോൾ ആളുകൾക്ക് മനസ്സിലാവുന്നത് ഇത്രയും വാഹനങ്ങൾ എൻ്റെ വീട്ടിൻ്റെ മുറ്റത്തുകൂടി കടന്നു പോകുന്നു, എൻ്റെ വീട്ടിൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്നു. ഇന്നലെ വരെ ഈ തിരക്കില്ലായിരുന്നല്ലോ, ഇതെവിടുന്നാ ഇപ്പോൾ തിരക്ക് വന്നത്? റോഡ് പണിയാണ്. അപ്പോൾ ഇതാണ് രസം.
സൈഡാക്കണ്ടായിരുന്നു, ഏതെങ്കിലും വീട്ടിൽ കയറ്റി വെച്ചിട്ട് വീഡിയോ എടുക്കണ്ടായിരുന്നു. ഈ ഹെവി വെഹിക്കിൾസിന് തന്നെ ഇതിനെ പാസ് ചെയ്യാൻ വഴിയില്ല. അപ്പോഴാണ് 2 വാഹനം ഇതിലേക്ക് എടുത്ത് വിടുന്നത്. നമ്മളെ മേപ്പയിൽ പച്ചക്കറി മുക്കുന്നത് മാക്കൂലേക്ക് പോകുന്ന റോഡാണ്. ഇതിലെ വാഹനങ്ങൾ ഒരു ടോറസും 2 വലിയ ടോറസ് വന്നപ്പോൾ അവസ്ഥയായിരുന്നു. അല്ലെങ്കിൽ റോഡ് ഡൈവേർഷൻ ചെയ്യുമ്പോൾ മാക്കൂൽ ഭാഗത്ത് താഴോട്ടേക്ക് വാഹനങ്ങൾ ഇറക്കി വിടാതിരിക്കാനുള്ള മര്യാദ, അതിലെ സാമാന്യ ബുദ്ധി കാണിക്കണമായിരുന്നു. നമ്മുടെ റോഡ് ഡൈവേർഷനാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ വാഹനം ബ്ലോക്ക് ആയതുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ ഈ ഭാഗത്ത് വാഹനങ്ങളൊന്നും കാണാൻ കഴിയാത്തത്. ഇപ്പോൾ മാക്കൂൽ ഭാഗത്ത് ഇതേ രീതിയിൽ വലിയ ഓട്ടോറിക്ഷ അല്ല, വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ ഒരുപാട് വാഹനങ്ങൾ, സ്കൂൾ ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ താഴോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അതേ അവസരത്തിൽ നിന്ന് നമ്മളെ മേപ്പയിൽ പച്ചക്കറി ഭാഗത്ത് ലിമിറ്റഡ് ടോറസ് വലിയ വാഹനങ്ങൾ തിരിച്ചും ഇങ്ങോട്ടേക്ക് കയറി വരും. 2 വാഹനത്തിൽ പോകാനുള്ള സ്പേസ് എന്തായാലും ഈ റോഡിലില്ല. അപ്പോൾ ഈ മാക്കൂലിൽ നിന്ന് വടകര പുതിയ സ്റ്റാൻഡിൽ നിന്ന് ഉള്ള വാഹനങ്ങൾ പച്ചക്കറി മുക്ക് വഴി മാക്കൂൽ വഴി തെരുവത്ത് വഴി കടത്തി വിടുമ്പോഴുള്ള ബ്ലോക്കാണ് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ കാണുന്ന വാഹനം പിന്നെ വടകര ഹൈവേയിൽ നിന്ന് ഇതിലെ ഡൈവേർഷൻ ചെയ്ത് വരിക, മേപ്പയിൽ പച്ചക്കറി മുക്ക് വഴി. അതേസമയം തന്നെ താഴോട്ടേക്ക് വാഹനം ഇറങ്ങി പോകുന്നുണ്ട്.